ഒരു പാട്ടെഴുത്തുകാരനായിട്ട് അറിയപ്പെടാൻ എനിക്ക് അത്ര വലിയ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഷിബു ചക്രവർത്തി എന്നുള്ള പേരായത് കൊണ്ടിട്ട് ഒരാളും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. എൻ്റെ മാനം കളയാൻ വേണ്ടി ഒരു കടലാസും പെന്നും കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ പാട്ടെഴുതി. ഞാൻ ഷിബു ചക്രവർത്തി എന്നുള്ള കള്ളപ്പേരിൽ ആദ്യം ഞാൻ ചോദിച്ചു, എത്ര രൂപ തരും? 100 രൂപ തരാൻ പറഞ്ഞു. മാപ്പിളപ്പാട്ടുകളെ പറ്റി എന്തെങ്കിലും അറിയോ? ഒന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ. ആദ്യം പാട്ട് എഴുതുക, എന്നിട്ട് അതിൽ 1-2 വാക്ക് മാറ്റി വെച്ചിട്ട് കൽബൊന്നും മൊഞ്ചെന്നൊക്കെ ആഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ഫുൾ കാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. ഷിബു ചക്രവർത്തി എന്നുള്ള കള്ളപ്പേരിൻ്റെ ഉള്ളിൽ എനിക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു. സിനിമയിൽ വന്നപ്പോഴും ഞാൻ ഇത് തന്നെ കീപ്പ് ചെയ്യേണ്ടി വന്നു. സത്യത്തിൽ ഈ ചക്രവർത്തി പട്ടം ഞാൻ ആഗ്രഹിച്ചതല്ല, താൽക്കാലികമായിട്ടൊന്ന് ഒളിച്ചിരിക്കാൻ ഉണ്ടാക്കിയതാണ്. കാസറ്റിൻ്റെ പാട്ടെഴുത്ത് കാലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ MA പഠിക്കുന്ന MA, അത് കഴിഞ്ഞ് ജേർണലിസത്തിൽ ഡിപ്ലോമ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് പാട്ടെഴുത്ത് അതിൻ്റെ കാസറ്റ് കാലം ഉണ്ടായിരുന്നത്. ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാട്ടെഴുത്തുകാരനായിട്ട് അറിയപ്പെടാൻ എനിക്ക് അത്ര വലിയ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിക്കാനായിട്ട് പണം വേണമെന്ന് താനും. അതുകൊണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന, ചെയ്യാൻ പറ്റുന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ജോലിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടെഴുത്ത്. അപ്പോൾ പാട്ടെഴുത്തിയാൽ അപ്പോൾ തന്നെ പണം കിട്ടും. അന്നെല്ലാം മഹാരാജസിൽ പഠിക്കുമ്പോൾ മഹാരാജസിലെ ഫീസ് എത്രയായിരുന്നു എന്നറിയോ? 15 രൂപയായിരുന്നു ഒരു മാസം. ആലോചിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? അപ്പോൾ 15 രൂപയാണ് മാസം ഫീസ്. പിന്നെ ചിലവെല്ലാം കൂടെ മാക്സിമം പോയി കഴിഞ്ഞാൽ എന്ത് വരാനോ, 10-50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ 50 രൂപ ഒന്നും വേണ്ട. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ജീവിതത്തിൽ ഒരു പാട്ട് എഴുതിയാൽ 100 രൂപ, 150 രൂപ, 250 രൂപയൊക്കെ കിട്ടുന്ന ഒരു കാലം. അത് നമ്മൾ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എം ജി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അന്ന് ഏണിയുടെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഏണിയുടെ ചോട്ടിൽ മുഴുവൻ കാസറ്റ് കടകളായിരുന്നു. ഇവരെ സ്പീക്കർ വെളിയിലേക്ക് വെച്ചിട്ടുണ്ടാവും. ഈ സ്പീക്കറിൽ അയ്യപ്പൻ പാട്ടായിട്ടോ ഫെസ്റ്റിവൽ സോങ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഇങ്ങനെ എന്തെങ്കിലും ജോണറിലുള്ള സോങ്സ് ആയിരിക്കും. പല കമ്പനികളും. ഇതിലൊക്കെ പലയിടത്തും എൻ്റെ പാട്ടുകൾ വരണുണ്ടാവും. എഴുതിയേക്കുന്ന എനിക്കറിയാം. പക്ഷേ അവിടെ മുഴുവൻ, ആ കാസറ്റ് കവറിൽ മുഴുവൻ ഈ ഷിബു ചക്രവർത്തി എന്നുള്ള പേരായത് കൊണ്ടിട്ട് ഒരാളും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. എൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ആർക്കും അറിയില്ലായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ പാട്ട് എഴുതിയ പൈസ കൊണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ പൈസ വെച്ചിട്ട് ടെർമിനസ് ബാറിൽ നിന്ന് 2 അടിച്ച് വഴി കൂടി നടക്കുന്ന ഞങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സും ഒരിക്കലും എൻ്റെ പാട്ട് റെക്കഗ്നൈസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഷിബു എന്നുള്ള പേരിൻ്റെ ഒപ്പം ഞാൻ ഈ ചക്രവർത്തി എടുത്ത് വെച്ചതിൻ്റെ പുറകിലുള്ള കാര്യം ഇതായിരുന്നു, എന്നെ തിരിച്ചറിയരുത്. കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വിജയലക്ഷ്മി, ഇങ്ങനെയുള്ള നല്ല കവികളായിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ പാട്ടെഴുത്തെന്ന് പറയുന്ന ഒരു തരം താഴ്ന്ന ചീപ്പ് പണിയായിട്ട് ഞാൻ നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പേര് ഞാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. എനിക്ക് ആ പണം മാത്രമായിരുന്നു ആവശ്യം. പക്ഷേ കാസറ്റുകളുടെ ഈ ഒരു ഒഴുക്കിൽ, പ്രത്യേകിച്ച് രഞ്ജിനി കാസറ്റ്, ഓണം എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഫെസ്റ്റിവൽ സോങ്സൊക്കെ ഇറക്കാൻ തുടങ്ങിയോടുകൂടി ഈ ഓണപ്പാട്ടുകൾ പലതും ഹിറ്റായി. രഞ്ജിനിയുടെ ഓണപ്പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് മലയാള സിനിമയിലെ പാട്ടുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ അത് വളർന്നു. ഈവൻ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടെന്നുള്ളത് പോലും രഞ്ജിനിയുടെ ഓണപ്പാട്ടാണ്. അപ്പോൾ പിന്നെ ബേണി ഇഗ്നീഷ് എന്നൊക്കെ പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്ന രഞ്ജിനി കാസറ്റിൽ കൂടെയാണ്. ഒരു വേറെ ചില വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ അവരുടെ വർക്കുകൾ മുഴുവൻ നിൽക്കുന്നത് രഞ്ജിനി കാസറ്റിലാണ്. കാസറ്റിലൂടെ പുറത്തു വന്ന ആൾക്കാർ പിന്നീട് മലയാള സിനിമയുടെ പല പല രംഗങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റി. അങ്ങനെ കടന്നു വന്ന ഒരാളാണ് ഞാനും.
എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ പോളിഡോർ രാജൻ എന്ന് പറയുന്ന പോളിഡോർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവരൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാം ചെയ്യാൻ, ആൽബം ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ ഡെന്നീസ് ജോസഫിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഈ രാജൻ. രാജൻ്റെ അടുത്ത് അതിന് മ്യൂസിക് ആരായിരിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഡെന്നീസിൻ്റെ സജഷനായിരുന്നു കോട്ടയം ജോയി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അത് ഡെന്നീസ് അത് ഒന്ന് കോട്ടയം ജോയിയെ ഡെന്നീസിന് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നേരത്തെ അറിയാമായിരുന്നു. ഒപ്പം തന്നെ കോട്ടയം ജോയിയുടെ കരിവളയിട്ട കയ്യിൽ കുടമുല്ലപ്പൂക്കളുമായി എന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ പാടിയിരിക്കുന്ന ലളിതഗാനത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ഉണ്ട്. അത് രാജാക്കന്മാരുടെ രാജാവേ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ചെയ്ത പശ്ചാത്തലമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ടിട്ട് കോട്ടയം ജോയി സജസ്റ്റ് ചെയ്തു. കോട്ടയം ജോയി കമ്പോസിങ്ങിനായിട്ട് എറണാകുളം വരുന്നു. അപ്പോൾ എറണാകുളത്ത് അന്ന് പാട്ടെഴുതി പ്രൂവ് ചെയ്തിരുന്ന, ഓൾറെഡി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും സുരേഷ് മണിമലയാണ് അതിൻ്റെ അകത്ത് പാട്ടെഴുതാൻ നിശ്ചയിക്കപ്പെട്ട രണ്ടുപേരും. അപ്പോൾ ഇവരെ എഴുതി അയച്ചേക്കുന്ന പാട്ടുകൾ കടലാസിൽ ആദ്യം കവിത എഴുതി അയച്ചിരിക്കുക. അപ്പോൾ ഈ പാട്ടുകൾ എഴുതി വന്നേക്കുന്നത് മുഴുവൻ ഓരോരുത്തരെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടിനെ കവിതയുടെ സ്കെയിൽ വെച്ച് അളന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഇവരെ ഈ എഴുത്തിനെ കാണുന്നത്. കാരണം അവർ താളവും റൈമിങ്ങും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കി എഴുതിയിരിക്കണ ഇതിൻ്റെ അകത്ത് കവിത അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിത് വളരെ പുച്ഛത്തോടു കൂടി നോക്കിയപ്പോഴേക്കും എൻ്റെ മുഖത്തെ പുച്ഛം താങ്ങ വയ്യാതെ ഡെന്നീസ് പറഞ്ഞ ഒന്ന് വെറുതെ നോക്കിയിട്ട് വെച്ചാൽ മതി, ഇത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്കിതേപോലെ ഒരു സാധനം എഴുതാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞ ഇതിനേക്കാൾ 100 ഇരട്ടി ബെറ്ററായിട്ട് എഴുതാൻ പറ്റും. ഇവരിതിൻ്റെ മുകളിൽ കയറി പിടിച്ചു. ഒരെണ്ണം ഇതേപോലെ തന്നെ ഇത് 100 ഇരട്ടി ബെറ്ററൊന്നും വേണ്ട, ഇതുപോലെ ഒരെണ്ണം. ഇവർ എനിക്ക് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിവൃത്തിയില്ലാതെ ഡെന്നീസ് ഇതൊക്കെ പറഞ്ഞതിന് മാക്സിമം എൻ്റെ മാനം കളയാൻ വേണ്ടി ഒരു കടലാസും പെന്നും കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ പാട്ടെഴുതി. കാരണം എഴുതാൻ അതിനൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ ആയതുകൊണ്ടിട്ട് ഞാൻ സെയിൻറ്റ് ജോർജ് സ്കൂളിൽ അലക്സാണ്ടർ സാറിൻ്റെ സെയിൻറ്റ് ജോർജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ കംഫർട്ടബിൾ ആയിരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപഠന ക്ലാസ് ആയിരുന്നു. കുറേ നല്ല സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കണ്ണിലുണ്ണിയാവാൻ വേണ്ടിയിട്ട് ബൈബിള് ഏത് ക്രിസ്ത്യൻ പിള്ളേരേക്കാൾ നന്നായിട്ട് ഞാൻ പഠിക്കുകയും ഇവരുടെ വേദപഠന ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്യുമായിരുന്നു. വേറൊന്നുമല്ല, അവനെ കണ്ട് പഠിയടാ എന്ന് മറ്റ് ക്രിസ്ത്യൻ പിള്ളേരുടെ അടുത്ത് പറയണ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ബൈബിളിനെ പറ്റി കുറച്ച് ഏകദേശം ഒരു തിട്ടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വെള്ളക്കടലാസിൽ എഴുതി, എൻ്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദേവാലയം നീ പണിയൂ, നിത്യം മണിസ്വനം നിൻവചനം ഹൃത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാറയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ പല്ലവിയിലും എഴുതി വെക്കൂല. കാരണം എന്നൊക്കെ പറയുന്ന അക്ഷരം പാറ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ ഒട്ടും മ്യൂസിക്കലല്ലാത്ത വേർഡാണല്ലോ. ഇപ്പം ഈ കോട്ടയം ജോയിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ട് നമ്മൾ തമാശന് പറയും മനോരമ പത്രം എടുത്തു കൊടുത്തു കഴിഞ്ഞാലും ട്യൂൺ ചെയ്യുമെന്ന് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്കൂളാണ് ഈ പഴയ സ്കൂളുണ്ടല്ലോ ദേവരാം മാസ്റ്ററിൻ്റെയൊക്കെ. അത് ഏത് ലിറിക്സും ട്യൂൺ ചെയ്യാൻ, അതിൻ്റെ ഉള്ള സംഗീതം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഇവരെ കഴിവ് അസാമാന്യമാണ്. ഇന്നുള്ള ആൾക്കാർക്ക് പറ്റുന്ന കാര്യമല്ല അത്. അപ്പോൾ കോട്ടയം ജോയി അതിനു മുൻപ് നമ്മൾ അത് കാണിക്കുകയും ചെയ്തു. ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന പണ്ടൊക്കെ ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ആ സൈഡ് ബെഡ് സൈഡിലുള്ള ഇതിൻ്റെ ഉള്ളിലുണ്ടാവും.
അതിങ്ങനെ തുറന്നു വെച്ചിട്ട് ഫറവോൻ്റെ തേരോട്ടും കുതിര, അതായത് ഉത്തമഗീതത്തിലോ സങ്കീർത്തനത്തിലോ എന്തോ കിടക്കുന്ന ഒരു സാധനം വെറുതെ തുറന്നു വെച്ചിട്ട് ഫറവോൻ്റെ തേരോട്ടും കുതിരക്കൂറ്റന്മാരേരാകോ, വെറുതെ അത്ര സ്പോണ്ടേനിയസ് ആണ്. അപ്പം നമ്മളിങ്ങനെ രതിരാഗോ ജ്വലരാക്കും ഭടവത്തെ പോൽ പുരുഷന്റെ ധമനിയിൽ കഴിവുള്ള ഇടയപ്പെണ്ണേ നിന്റെ കുനുകുന്തൽ. ഒറ്റ നോട്ടത്തിൽ ഒരാൾ ട്യൂൺ ചെയ്യുന്നതാണ്. അതുകൊണ്ടിട്ട് ഈ കോട്ടയം ജോയി ലിറിക്സ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഒന്നിങ്ങനെ തലയാട്ടി ആ പെട്ടിയിൽ കൈവച്ച് ഒരു പാട്ടാണ്. എൻ്റെ വിശ്വാസമാം പാറയിൽ, പാറ ഇങ്ങനെ വെണ്ണ പോലെ നമ്മളിങ്ങനെ, ഞാനിങ്ങനെ ഒരു നിമിഷം, ഇത് ഒരു പ്രതീക്ഷയില്ലാതെ ഇവരെ ഭീഷണി കൊണ്ട് മാത്രം എഴുതിയ അക്ഷരം അടുത്ത നിമിഷം ഒരുമാതിരി പുഷ്പം പോലെ ഇങ്ങനെ ഒരു മാജിക് പോലെ എൻ്റെ ഇങ്ങനെ പെരുവിരൽ തുടങ്ങി മുടി നാര് വരെയും ഒരു തരിപ്പിങ്ങനെ കയറി. ഈ ഒരു ഇന്നും ഒരു എഴുതിക്കൊടുത്ത അക്ഷരം അല്ലെങ്കിൽ ഒരു ട്യൂണിൻ്റെ മുകളിൽ അക്ഷരം നിറയുമ്പോൾ ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരും. അതാണ് പാട്ടെഴുത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ഒരു എഴുതിയ അക്ഷരത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഗാനരൂപം പറക്കുമ്പോൾ അത് കാരണം നമ്മൾ അതുവരെ ചിന്തിച്ചതല്ല, അതുവരെ കേട്ടതല്ല, അതുവരെ എഴുതിയത് പോലുമല്ല ഇപ്പം നമ്മൾ കേൾക്കുന്നത്. അതാണ് ഒരു പാട്ട്. ഇതവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാട്ടെഴുത്തുകാരനായത്. പോളിഡോറിൻ്റെ ഡിസ്ക് ഇറങ്ങി, അതിൻ്റെ അകത്ത് ഷിബു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കാരണം പാട്ടെഴുതണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും ചെയ്തതല്ലോ. അതിൽ ഷിബു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കെ ഉണ്ടോ എന്ന് സംശയം ഇല്ല, ഷിബു എന്ന് മാത്രമേ പേരുള്ളൂ. പക്ഷേ എൻ്റെ ഫോട്ടോ ഉണ്ട് കൂടെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെക്കും വന്നു, 50 രൂപ. ഇതാണ് എൻ്റെ ആദ്യത്തെ റെമുനറേഷൻ. അന്ന് എനിക്ക് ചെക്ക് ഇടാനായിട്ട് അക്കൗണ്ടൊന്നുമില്ല, എങ്കിലും അത് 50 രൂപ പാട്ടെഴുതി കിട്ടി. ഇതോടുകൂടി അന്നൊരു ഇതിലങ്ങ് സംഭവിച്ച് ഞാൻ വിട്ടു. ഇത് കഴിഞ്ഞിട്ടാണ് ഉസ്മാൻ രഞ്ജിനി കാസറ്റ് തുടങ്ങുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു വർക്ക് ഇറക്കണം. അപ്പോൾ നാട്ടിൽ ഒരുപാട് വർക്കുകൾ ഇറങ്ങുന്നുണ്ട്. അയ്യപ്പൻ പാട്ട്, ഓണപ്പാട്ട്, ക്രിസ്ത്യൻ ഡിവോഷണൽ, മുസ്ലിം പാട്ടുകൾ, ഇങ്ങനെ പലതും ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം സീസണലാണ്. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോയി. അപ്പോൾ എക്കാലത്ത് നിലനിൽക്കുന്ന സിനിമാ പാട്ടുകളാണ്. അപ്പോൾ ഡെന്നീസ് ചോദിച്ചത് നമുക്ക് സിനിമാ പാട്ട് ഇറക്കിയാലോ? സിനിമാ പാട്ട് ഇറക്കേ? അതിന് സിനിമ ആരെടുക്കും? പിന്നെ ഇവിടെ ഇറങ്ങുന്ന പാട്ടുകളുടെ മുഴുവൻ സിനിമ ഇറങ്ങുമല്ലേ? അത് വേറൊരു തോട്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഗായത്രി പ്രിൻറ്റേഴ്സൊക്കെ ഉള്ള കാലം ഇവർ 2 ലെറ്റർ പാഡ് അടിക്കുന്നു. JK ഫിലിംസ്, കോളിൻ ഫിലിംസ്, എല്ലാ പത്രത്തിനും ന്യൂസ് അയക്കുന്നു മലയാളത്തിലെ പല ആർട്ടിസ്റ്റുകളുടെയും പേര് വെച്ചിട്ട്. അല്ലിമലർക്കാവ്, അടുത്തത് പ്രേമകവിതകൾ. ഇതിൻ്റെ പുറകിലൊന്നും ഒരു ആലോചനയും നടന്നിട്ടില്ല. പ്രേമ കവിതകളെ, ആ സമയത്ത് ആ റേഡിയോയിൽ വന്നൊരു പഴയ പാട്ടാണ് പ്രേമകവിതകൾ. ഓക്കെ, അതൊരു പേര്. പക്ഷെ പ്രേമകവിതകളുടെ ന്യൂസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മിഥുൻ ചക്രവർത്തി ആദ്യമായി മലയാളത്തിലേക്ക്, ആരെയും കാസ്റ്റ് ചെയ്യാമല്ലോ, കാരണം ഒരിക്കലും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പടമല്ലല്ലോ. അങ്ങനെ മിഥുൻ ചക്രവർത്തി ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു. ഇതാണ് ഇതിങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് അതിൽ ഒരു പേര് കൂടെ ഇന്ന് ഞാൻ മറക്കാതെ വെച്ചിട്ടുണ്ട്. നവാഗതനായിട്ടുള്ള ഷിബു ചക്രവർത്തിയാണ് ഗാനരചന എന്ന്. ഈ അല്ലിമലർക്കാവ് എന്നുള്ള ന്യൂസ് അത്ര ഏറ്റില്ല. പക്ഷേ ഈ പ്രേമകവിതകൾ എന്ന് പറയുന്ന, കാരണം മിഥുൻ ചക്രവർത്തിയുടെ പടമല്ലേ,
അന്ന് ഫിലിം മാഗസിനൊക്കെ ഉള്ളതാണ്. ഒരു ഫുൾ പേജാണ് എവിടെ നിന്നോ മിഥുൻ ചക്രവർത്തിയുടെ മൃഗയിലുള്ള ഫോട്ടോഗ്രാഫൊക്കെ എടുത്തിട്ട് വലിയ വലിയ ഒരു സിംഗിൾ കോളം ഒരു ബോക്സായിട്ട്, സിംഗിൾ പേജ് ഒരു ബോക്സായിട്ട് തിരിച്ച് സ്പെഷ്യൽ ന്യൂസാണ്. മലയാളത്തിലെ ബാക്കി വേഷം ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും ഇപ്പം അഡ്വാൻസ് വരുമെന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതൊരിക്കലും സംഭവിച്ചില്ല. പക്ഷെ പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത്, പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിനും ഒരു കാര്യം ഉണ്ടായി. അതിൽ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്, 2 പടത്തിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യണ്ടേ. അങ്ങനെ ഇതിൻ്റെ കമ്പോസിങ് വന്നു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ചോലൂർ കൃഷ്ണൻകുട്ടി ഇതൊക്കെ പറഞ്ഞ ലിസ്റ്റ്. അപ്പോൾ അവരെല്ലാവരും ലിറിക്സ് കവിത എഴുതുകയുള്ളൂ. പക്ഷെ കവിത എഴുതി കഴിഞ്ഞാൽ സിനിമയുടെ ഒരു പാറ്റേണിൽ, കാരണം അന്ന് സിനിമയിൽ ട്യൂൺ ഇട്ടിട്ടാണ് പാട്ടുണ്ടാക്കുന്നത്. നമുക്കും കുറച്ച് ട്യൂൺ ഇട്ടിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അങ്ങനെ വെറുതെ പാട്ടുണ്ടാക്കുകയല്ല ചെയ്തത്, സിനിമയിലെ പോലെ തന്നെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി. എന്നിട്ട് ചിലതൊക്കെ കവിത ട്യൂൺ ചെയ്യാം, പക്ഷെ ചിലത് കാരണം ഒരു അടിപൊളി പാട്ട് വേണം എപ്പോഴും. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ന്യൂ ഇയറിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സോങ്. ഓക്കെ, അത് പക്ഷേ ലിറിക്സ് എഴുതി ട്യൂൺ ചെയ്യാൻ പറ്റില്ലല്ലോ, ട്യൂൺ ഇട്ടിട്ട് വേണ്ടേ. ട്യൂൺ ഇട്ടിട്ട് ആരെഴുതും? ഇപ്പം ഇവരന്വേഷിച്ചപ്പോൾ ചോലൂർ കൃഷ്ണൻകുട്ടിക്ക് പറ്റില്ല, മറ്റവർക്ക് പറ്റില്ല, പിന്നെ ആരെ കൊണ്ട് എഴുതിക്കും? ഇവരുടെ ആലോചനയിൽ ഇവർ ഏറ്റവും വലിയ ഷോർട്ട് കട്ട്, ആരുമില്ലെങ്കിൽ ശിവ എഴുതട്ടെ. ഞാൻ പറഞ്ഞാൽ അത് കൊള്ളാം. ആർക്കും വേണ്ടാത്ത ട്യൂൺ എനിക്ക് മര്യാദക്ക് എഴുതാനുള്ളത് ബാക്കി ചോലൂർ കൃഷ്ണൻകുട്ടിക്കും ബാക്കിയുള്ളവർക്കും. ഞാൻ തള്ളാനൊന്നും പോയില്ല, കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. കാരണം ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഷിബു ചക്രവർത്തി ആരും തിരിച്ചറിയാൻ പോകില്ല. ഞാൻ കള്ളപ്പേരിൽ എഴുതാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഷിബു ചക്രവർത്തി എന്നുള്ള കള്ളപ്പേരിൽ ആദ്യം ഞാൻ ചോദിച്ചു, എത്ര രൂപ തരും? ഇപ്പോൾ ഉസ്മാൻ 100 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അട്രാക്റ്റീവാണ്, കാരണം അന്ന് 75 രൂപയൊക്കെയാണ് നമ്മൾ ഈ കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പോഴാണ് 100 രൂപ തരാമെന്ന്. കൊള്ളാമല്ലോ. അത് മാത്രമല്ല ചിത്രം അതൊക്കെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 പേജൊക്കെ എഴുതേണ്ടി വരും. ഇത് 12 വരിയല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അതൊക്കെ പ്രശ്നമില്ല, പക്ഷെ കള്ളു വാങ്ങിച്ചു തരുമോ? പക്ഷേ എനിക്കറിയാം കള്ളു കുടിച്ചൊരു ചുക്ക് എഴുതാൻ പറ്റൂല എന്ന്. കാരണം സ്വബോധം ഉണ്ടെങ്കിൽ തന്നെ ഈ സാധനം എഴുതി ഒപ്പിക്കാൻ പറ്റില്ല, പിന്നെ അല്ലേ കള്ളു കുടിച്ചിട്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇവരെ ഒന്ന് ഞെട്ടിയെങ്കിലും എഴുതി കിട്ടണമല്ലോ. അങ്ങനെ ഒന്ന് റെഡിയെന്ന് പറഞ്ഞു. നമ്മൾ കണ്ട ആപ്പൂപ്പ് സാധനം വേണ്ട. അന്ന് മാൻഷൻ ഹൗസ് വിസ്കി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇന്നത്തെ പോലെ ബ്രാൻഡി അല്ല, വിസ്കി. അത് നല്ല ഏകദേശം സ്കോച്ചിന് ഈക്വലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കായിരുന്നു. ഞാൻ പറഞ്ഞു മാൻഷൻ ഹൗസ് വിസ്കി വേണം. ഉസ്മാൻ ഡ്രൈവർ എടുത്ത് പറഞ്ഞു, എന്ത് പണ്ടാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഹോട്ടല് റൂം ഇതൊക്കെ ആയിട്ട് ഞാൻ രാവിലെ എഴുതാനിരുന്നു. ആദ്യം ആ ഒരു വാ വാ പുതു പ്രഭാതമേ, ജനുവരിയോ ആ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടുള്ള വാ അനരത്തരേ ആനിന്തരേ ജനുവരിയുടെ പുതുമലരുകളെ. നമുക്ക് കൊള്ളാലോ, ഇത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഒരു ഉച്ചയായപ്പോഴേക്കും 3 പാട്ട് ഞാൻ എഴുതി. ഇവർ വന്നപ്പോൾ ഞാൻ ഒരു പാട്ട് മാത്രം കൊടുത്തു. കാരണം 3 എണ്ണം ഒന്നിച്ചെഴുതാൻ പെട്ടെന്ന് എഴുതി തീർത്തെന്ന് പറഞ്ഞാൽ ഇവന്മാർ കാശ് കുറച്ചാലോ. അതുകൊണ്ടിട്ട് ഞാൻ ഒരെണ്ണം മാത്രം അന്ന് കൊടുത്തത്. ബാക്കി സമയമെടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ സമയത്ത് മാരേജിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് 3 എണ്ണം. അപ്പം എനിക്ക് തോന്നിയത് കൊള്ളാമല്ലോ, 3 പാട്ട് എന്നൊക്കെ പറഞ്ഞ് തല്ലുപിടിച്ച് കാശൊക്കെ മേടിച്ച്. അപ്പോഴാണ് ഈ പരിപാടി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് രഞ്ജിനി കാസറ്റ് ഉണ്ടാക്കിയ അവിടെ നിന്നാണ് ആ കാസറ്റ് ബൂം വരുന്നത്. അല്ലിമലർക്കാവ്, പ്രേമകവിതകൾ എന്ന് പറയുന്ന പാട്ടുകൾ അവിടെ നിന്ന് രഞ്ജിനി കാസറ്റ് അത് നന്നായിട്ട് വിൽക്കുകയും ചെയ്തു. രഞ്ജിനി കാസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഇതേപോലെ ഒരുപാട് ഓണപ്പാട്ടുകൾ, എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ കുറച്ച് ഭക്തിഗാനങ്ങൾ വളരെ കുറവായിരുന്നു, എങ്കിലും കുറച്ച് നെയ്ത്തിരി എന്നൊക്കെ പറയുന്ന, ഞാൻ നേരത്തെ പൊന്മല മേലെ പൊന്നുകൈ പൂത്താൽ
അമ്പലമേട് എന്നൊക്കെ പറയുന്ന അത്തരം വന്ന നെയ്ത്തിരി എന്നൊക്കെ പറയുന്ന കുറച്ച് വർക്കുകൾ മുസ്ലിം പാട്ട് വരെ എഴുതിയിട്ടുണ്ട്. അന്ന് എനിക്ക് അങ്ങനെ ഒരു അടുപ്പമോ മാപ്പിളപ്പാട്ടുകളെ പറ്റി എന്തെങ്കിലും അറിവോ ഒന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ആദ്യം പാട്ട് എഴുതുക, എന്നിട്ട് അതിൽ 1-2 വാക്ക് മാറ്റി വെച്ചിട്ട് കൽബെന്നും മൊഞ്ചെന്നൊക്കെ ആഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ഫുൾ കാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷേ കോമഡി എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ആ കാസറ്റൊക്കെ പിന്നീട് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു. ഒരു റേഡിയോ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി ഉണ്ടെന്ന് പലയിടത്തും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും. സ്വന്തം സുബൈദ എന്ന് പറയുന്ന അത് ആരടുത്തെങ്കിലും ഇനി ശേഷിക്കണ്ടോയെന്നറിയില്ല. അതിൽ നല്ല മെലോഡിയസ് സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി പാട്ടുണ്ട്, മാൻകന്നിൽ മൈ എഴുതും സുന്ദരി തത്തമ്മേ എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ ഉണ്ട്. ഒരു തങ്കനിലാവേ ഉറങ്ങ എന്ന് പറയുന്ന ഒരു താരാട്ട് പാട്ടുണ്ട്. അങ്ങനെ സിനിമയിലെത്തുന്നതിന് മുൻപ് തന്നെ കുറേ പാട്ടുകൾ. പക്ഷേ ഈ ഷിബു ചക്രവർത്തി എന്നുള്ള കള്ളപ്പേരിൻ്റെ ഉള്ളിൽ എനിക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു. ഇതിനൊരു മാറ്റം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ് മൂവിട്ടോൺ, രാജൻ പ്രകാശ് ഉപഹാരം എന്ന് പറഞ്ഞു പടം എടുക്കുന്ന സമയത്ത് അപ്പോൾ രാജനാണ് അശോകിനെ ആദ്യമായിട്ട് കൂടെ ഇവിടെ എന്ന് പറയുന്നത് ഇതിൽ കൊണ്ടുവരുന്നത്. ഡെന്നീസിന് സ്ക്രിപ്റ്റ് റൈറ്റർ ആക്കുന്നത് ഈറൻ സന്ധ്യ എന്ന് പറയുന്നതാണ്. അടുത്തത് ഉപഹാരം എന്ന് പറയുന്നത്. ഞങ്ങളെ 3 പേരെ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജന്മമെടുത്ത ഒരു മാലാഖയാണ് രാജൻ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പടം രാജൻ എടുത്തിട്ടുള്ളൂ. അതുകൂടാതെ 1000 കണ്ണുകൾ. അതോടുകൂടി പിന്നെ രാജൻ പടം എടുക്കുന്നത് നിർത്തി. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ 3 പേരെയും ഈ ഭൂമിയിൽ ചലച്ചിത്ര മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജന്മമെടുത്ത ഒരു ജന്മമായിരുന്നു രാജൻ. അതുകൊണ്ട് സിനിമയുടെ കാര്യത്തിൽ ആരടുത്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ കടപ്പാടുള്ള മനുഷ്യൻ രാജനാണ്. പക്ഷേ രാജൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റ റിക്വസ്റ്റേ പറഞ്ഞുള്ളൂ, രാജ എനിക്ക് ഷിബു എന്നുള്ള മാത്രം പേര് വെച്ചാൽ മതി, ഈ ചക്രവർത്തി വേണ്ട. രാജൻ പറഞ്ഞു ചക്രവർത്തി വേണ്ടെങ്കിൽ തന്നെ വേണ്ടെന്ന്. കാരണം അതിന് ബാക്ക്ലോഗായിട്ട് ഇത്രയും കാലം എഴുതിയ നോൺ ഫിലിം കുറേ വർക്കുകളുണ്ടായിരുന്നു, അതായിരിക്കാം. പക്ഷേ രാജൻ ആവശ്യപ്പെട്ടതായിരുന്നു, ഒരു കാരണവശാലും സമ്മതിച്ചില്ല. അങ്ങനെ സിനിമയിൽ വന്നപ്പോഴും ഞാൻ ഇത് തന്നെ കീപ്പ് ചെയ്യേണ്ടി വന്നു. സത്യത്തിൽ ഈ ചക്രവർത്തി പട്ടം ഞാൻ ആഗ്രഹിച്ചതല്ല, താൽക്കാലികമായിട്ടൊന്ന് ഒളിച്ചിരിക്കാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ പിന്നീട് ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി പോയതാണ്.